السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. സർവാദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂം 30-30 വീഡിയോകൾ നാം പുറത്തുവിടുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട നമ്മെ സ്നേഹിക്കുന്ന പലരും വീഡിയോ കാണുകയും അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ എല്ലാവിധ തരത്തിലുള്ള ഖൈറുകളും ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണവുമായി ബന്ധപ്പെട്ട്, മരണശേഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിച്ചതാണ്. മരണത്തെ സംബന്ധിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനക്കൊരു ബർസഖിയായൊരു ജീവിതമുണ്ട്, ഖബർ ജീവിതം. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖബറു അവ്വലുൽ മനാസിലി മിൻ മനാസിലിൽ ആഖിറ. പരലോക ഭവനങ്ങളിൽ വെച്ച് ആദ്യത്തെ ഭവനമാണ് ഖബർ. പരലോക ഭവനങ്ങളിൽ വെച്ച് ആദ്യത്തെ ഭവനമാണ് ഖബറെന്ന് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ മരണത്തോട് നാം പരലോക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മരണത്തോടുകൂടെ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇവിടെ ജീവിക്കുന്നത് പോലെയല്ല. ഇവിടെ നമ്മളെ അല്ലാഹു തആല നിയോഗിച്ചത്, പടച്ചു വിട്ടത് അവനിക്ക് ആരാധനകൾ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ബർസഖിയായ ജീവിതം നല്ല ഭാസുരമാക്കാൻ വേണ്ടി, സന്തോഷകരമാക്കാൻ വേണ്ടി, നല്ല നിലയിലാകാൻ വേണ്ടി ഇവിടുന്ന് ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടേക്ക് നമ്മൾ പോകേണ്ടത്. അങ്ങനെ പരലോക ഭവനങ്ങളിൽ ആദ്യത്തേതാണ് ഖബർ. മരണത്തിൻ്റെയും ഒരു പുനരുദ്ധാരണത്തിൻ്റെയും ഇടയിലുള്ള ഖബർ ജീവിതത്തിന് ബർസഖിയായ ജീവിതം എന്ന് പറയപ്പെടുന്നു. എന്താണ്? മരണത്തിൻ്റെയും പുനരുദ്ധാരണത്തിൻ്റെയും ഇടയിലുള്ള ആ ഖബർ ജീവിതത്തിനാണ് ബർസഖിയായ ജീവിതം എന്ന് പറയപ്പെടുന്നത്. ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയലാണ് മരണം. എന്താണ് മരണം എന്നത്? ശരീരത്തിൽ നിന്ന്, നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് റൂഹ് പിരിയലാണ് മരണം. മരണാനന്തരം സജ്ജനങ്ങളുടെ റൂഹ് ഇല്ലീനിലും ദുർമാർഗികളുടേത് സിജ്ജീനിലുമായിരിക്കുമെന്ന് മനസ്സിലാകുന്നുണ്ടോ? നല്ല ആളുകളുടെ, ധാരാവട്ടെ നല്ല ആളുകളുടെ മരണം അവിടുത്തെ റൂഹ് ഇല്ലീനിലും ദുർമാർഗികളുടെ ഇത് സിജ്ജീനിലുമായിരിക്കും. എങ്കിലും ഖബറിലുള്ള ശരീരവുമായി റൂഹിന് ഒരു പ്രത്യേക ബന്ധമുണ്ട്. എന്താണ്? ഖബറിലുള്ള ശരീരവുമായി, ആ ബോഡിയുമായി റൂഹിന് ഒരു പ്രത്യേക ബന്ധമുണ്ട്. എന്താണ്? ഖബറിലെ അനുഗ്രഹവും ശിക്ഷയും അനുഭവിക്കുന്നത് അതുവഴിയാണ്, ശരീര വഴിയാണ്, ആ ബോഡി വഴിയാണ്.
എന്ത് ശിക്ഷയും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നത് മറമാടലിൽ പങ്കെടുക്കുന്നവരെ അറിയുകയും മറമാടിൽ ഖബർ അടക്കുന്നവരെ അവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ അറിയുകയും അവരുടെ ചെരുപ്പടി ശബ്ദം വരെ കേൾക്കുകയും ചെയ്യും. മനസ്സിലാക്കണം, ഖബറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ആ മയ്യത്തിന് ഖബറിൽ വെച്ച് കഴിഞ്ഞ് കല്ലുകൾ വെച്ച് മൂടിക്കഴിഞ്ഞ് മണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പടിയുടെ ശബ്ദം പോലും ഖബറിലുള്ള ഖബറാളി കേൾക്കുന്നതാണ്. സലാം അടക്കുന്നതാണ്. നമ്മൾ സലാം പറഞ്ഞാൽ സലാം അടക്കുന്നതാണ്. സിയാറത്ത് ചെയ്യുന്നവരെ കൊണ്ട് മയ്യത്ത് ആനന്ദിക്കും. ആ ഖബർ സിയാറത്ത് ചെയ്യുന്നവരെന്താണ് മയ്യത്ത് ആനന്ദിക്കുന്നതും അവരുടെ സലാം കേൾക്കുന്നതും സലാം അടക്കുന്നതുമാണ്. അങ്ങനെ ഖബറാളികൾക്ക് സലാം പറയുന്നതിന് സലാം പറയേണ്ടത് ഇപ്രകാരമാണ്. നമ്മളൊക്കെ പള്ളിയുടെ മൈതാനിയിലൂടെ പോകുന്നവരാണ്, പള്ളിയുടെ ഖബർസ്ഥാനിൻ്റെ അരികിലൂടെ പോകുന്നവരാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം അവിടത്തേക്ക് സലാം പറയുന്നൊരു രൂപമുണ്ട്. എന്താണ്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. പ്രകാരമാണ് ഖബറാളികൾക്ക് സലാം പറയേണ്ടത്. ആ ഖബർ ജീവിതം സജ്ജനങ്ങൾക്ക് ആനന്ദകരം, ദുർമാർഗികൾക്ക് ദുഃഖകരവും ദുഃഖം നിറഞ്ഞതുമായിരിക്കും. അങ്ങനെ നിസ്കാരം ഉപേക്ഷിക്കൽ, ഏഷണി, മൂത്രമൊഴിച്ചാൽ നല്ലതുപോലെ ശുദ്ധിയാക്കാതിരിക്കൽ മുതലായവ ഖബറിൽ ശിക്ഷയ്ക്ക് കാരണമാകുന്നതാണ്. ഖബറിലുള്ള ശിക്ഷയ്ക്ക് കാരണം എന്താണ്? ഏഷണി പറയാം. പിന്നെന്താണ്? ഏഷണി പറയണം, പലദൂഷണം, ഏഷണി പരദൂഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ മൂത്രമൊഴിച്ചാൽ നല്ലതുപോലെ വൃത്തിയാക്കാത്തവർക്ക് ഖബറിൽ ശിക്ഷയ്ക്ക് കാരണമാകും. എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് ഓതൽ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൽ, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ തേടൽ മുതലായവ കൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാവുന്നതാണ്. മനസ്സിലാക്കണം. ഖബറിലെ ശിക്ഷ കിട്ടേണ്ട കാര്യങ്ങൾ പറഞ്ഞു, കിട്ടുന്ന കാര്യങ്ങൾ. ഇനി അതിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാ രാത്രികളിലും സൂറത്തുൽ മുൽക്ക് ഓതുക. ഏതാണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറയുന്ന ആ സൂറത്ത് ഓതുക. ആ ഓതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ തേടൽ മുതലായവ കൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. മരിച്ചുപോയ മാതാപിതാക്കൾ, മനസ്സിലാക്കണം, മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു ബന്ധുക്കളെല്ലാം ഖബർ സിയാറത്ത് ചെയ്യൽ, അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ദുആ ചെയ്യൽ, ഇതൊക്കെ സുന്നത്താണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഈമാനുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഇങ്ങനെ ചെയ്യുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ നമുക്ക് നമ്മുടെ അരികെ വന്നൊന്ന് സലാം പറയാൻ ആരുണ്ടാകുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ നാം നല്ല നിലയിൽ പള്ളിയിൽ പോകുമ്പോഴും നമ്മളെ കൂടെ കൊണ്ടുപോയി അവർക്ക് സലാം പറയിപ്പിക്കണം. നമ്മളെ മാതാപിതാക്കൾക്ക് അപ്പോഴേ നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ നമ്മളെ മക്കൾ നമുക്ക് സലാം പറയൂ, നമ്മളെ കൂട്ടുകാരെ നമുക്ക് സലാം പറയൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ കാണാം, പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക.
ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, നമുക്കെല്ലാവരിലേക്ക് എത്തണം. ഇത് ലൈവായിട്ടുള്ളൊരു മജ്ലിസാക്കി എൻ്റെ പ്രിയപ്പെട്ടവർ ചെയ്തു തരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു മജ്ലിസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവായിട്ട് തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകണമെന്ന് സ്നേഹത്തോടുകൂടെ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.